ചില വ്യക്തികൾ ഭക്ഷണം കഴിക്കുന്നത് കാണാനായിട്ട് വളരെ രസമാണ്. എത്ര നമുക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണവും അവർ കഴിക്കുമ്പോൾ നമുക്കത് മേടിച്ച് കഴിക്കാൻ തോന്നും. അത്രയും രസകരമായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അത് കണ്ടിരിക്കാൻ തന്നെ വളരെ രസമാണ്. ഓരോ വ്യക്തികൾക്കും ഭക്ഷണ രീതികൾ വ്യത്യാസമാണ്. രണ്ട് വ്യക്തികളുടെ ഭക്ഷണം കഴിക്കുന്ന രീതി ഞാനെന്ന് പറയാം. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇത് രണ്ട് രാജാക്കന്മാരുടെ കഥയാണ്. ഒരു രാജാവ് ഭക്ഷണം കഴിക്കുമ്പോൾ ആ മുറിയിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന് ഭക്ഷണം എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ തൊട്ടടുത്ത് തളികയിൽ ഒരു സൂചിയും കൊണ്ടുവയ്ക്കും. എന്നിട്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെയും ആ സൂചിയോ വെള്ളമോ എടുക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പലരും അറിയുന്നത് ആ സൂചിയും വെള്ളവും എന്തിനാണ് വെച്ചിരിക്കുന്നത്. ഒരു വറ്റുപോലും താഴെ പോകാതെ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ഒട്ടും വേസ്റ്റാക്കാതെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വറ്റ് താഴെ പോയാൽ അത് സൂചിയിൽ കുത്തിയെടുത്ത് ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ശീലിച്ചിരുന്നത്. ഒരിക്കലും ആ സൂചിയോ വെള്ളമോ അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്, ഒരു വറ്റുപോലും പാഴാക്കാതെ. ഈ കഥ നമ്മൾ മിക്കവരും കേട്ടിട്ടുണ്ട്. മറ്റൊരു രാജാവിൻ്റെ കഥയുണ്ട്. അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തു പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഉദ്യാനങ്ങളിലും മരച്ചുവട്ടുകളിലും അതുപോലെ തന്നെ തീർത്ഥത്തിൻ്റെ അരികിലൊക്കെയാണ് പോയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നും. അപ്പോൾ കിട്ടുന്ന ഭക്ഷണത്തെ നാലായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം ആകാശത്തിലെ ജീവജാലങ്ങൾക്കും, ഒരു ഭാഗം മണ്ണിലെ ജീവജാലങ്ങൾക്കും, ഒരു ഭാഗം ജലത്തിലെ ജീവികൾക്കും കൊടുത്തിട്ട് അതിൽ 4/1 ഭാഗമാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. കൈ കഴുകുന്ന അല്ലെങ്കിൽ മുഖം കഴുകുന്ന, വാ കഴുകുന്ന വെള്ളം പോലും ചെടികൾക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് കഥകളിൽ ഏത് രാജാവിൻ്റെ ഭക്ഷണ രീതിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ ഇതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഏത് ഭക്ഷണ രീതിയാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്?